നമസ്കാരം, അഞ്ജസ് ടീച്ചിങ് ആസ്പിറൻസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ഡിസ്കഷൻ സെഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയത് കൊണ്ടാണ് ഇച്ചിരി കൂടെ ലേറ്റ് ആയത്. അപ്പോ ഡിസ്കഷൻ സെഷൻ 2 ഗ്രൂപ്പും കൂടി ഒന്നിച്ച് പറഞ്ഞതാണ്. കാര്യം പലപ്പോഴും ആളെണ്ണം ചില ദിവസങ്ങളിൽ വളരെ കുറവാണ്. ഇന്നലെ സംസാരിച്ചതുപോലെ ഓരോരുത്തരോടായിട്ട് ഇപ്പൊ ചോദ്യം ചോദിക്കാതെ കോമൺ ആയിട്ട് പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓൺ ചെയ്ത് നിങ്ങൾ തന്നെ സംസാരിക്കുക. മിണ്ടാതിരിക്കരുത്, കിട്ടുന്ന അവസരങ്ങളിൽ സംസാരിക്കുക കേട്ടോ. ഓരോരുത്തരെയും വിളിച്ചു വരുമ്പോൾ ചിലപ്പോൾ അവസരം കിട്ടാതെ പോകും, അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് കൊടുമ്പിരി കൊണ്ട് ചർച്ചയായിരുന്നു സയന്റിഫിക് ടെമ്പർ അല്ലെ, ശാസ്ത്രീയ മനോഭാവം. എല്ലാം കിട്ടിയോ? കൺഫ്യൂഷനായി. നിങ്ങളുടെ ചർച്ച കണ്ടിട്ട് എനിക്കും എന്റെ അവസ്ഥ അതായി പോയി. അപ്പൊ നമ്മളിതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ എന്തോ എവിടെ നിന്നോ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചോദിക്കുന്നു അല്ലെ. അതെ, DLED ടെസ്റ്റിലും അങ്ങനെയാണ്. ശാസ്ത്രീയ മനോഭാവവും ശാസ്ത്രീയ ബോധവും ഒന്നും തന്നെയാ പറയുന്നത്. ശാസ്ത്രീയ മനോഭാവത്തെയും ശാസ്ത്രീയ ബോധത്തെയും ഒന്നായിട്ടാണോ പറയുന്നത്? DLED ടെസ്റ്റിൽ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ നല്ല മഴയുണ്ട്, അതും കൂടി കൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. ഞാൻ ഈ ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. റെക്കോർഡ് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും നോക്കാം. അപ്പൊ ഈ ശാസ്ത്രീയ ബോധവും ശാസ്ത്രീയ മനോഭാവവും അതുപോലെ നമ്മൾ പിന്നെ എന്തായിരുന്നു പറഞ്ഞത്, സയന്റിഫിക് ടെമ്പർ അല്ലെ. അപ്പൊ അത് ശാസ്ത്രീയ സമീപനം, മനോഭാവവും സമീപനവും കൂടി ചേർന്നാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ഇവ തമ്മിൽ നേരിയ വ്യത്യാസങ്ങളുണ്ട്. ഇവ എല്ലാം ഒന്നാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അവയിൽ നേരിയ വ്യത്യാസം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ശാസ്ത്രീയ ബോധമാണ് അല്ലെ. ശാസ്ത്രീയ ബോധം എന്നുള്ളതിനെ സയന്റിഫിക് അവയർനെസ് എന്നാണ് ഇംഗ്ലീഷ്. സയന്റിഫിക് അവയർനെസ് എന്ന് പറയുമ്പോൾ ശാസ്ത്രം അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം, ബേസിക് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്കറിയാം. അതാണ് എന്താണ് സയന്റിഫിക് അവയർനെസ് എന്ന് പറയുന്നത്. സയന്റിഫിക് അവയർനെസ് അഥവാ ശാസ്ത്രീയ ബോധം, ശാസ്ത്രത്തെ കുറിച്ചുള്ള ബോധം. അത് മിക്കവർക്കും ഉണ്ട് അല്ലേ? ശാസ്ത്രബോധം എല്ലാവർക്കും ഇല്ലേ? ശാസ്ത്രബോധം എല്ലാവർക്കും ഇല്ലേ? എല്ലാ ഒട്ടുമിക്ക ആളുകൾക്ക്, എല്ലാവരിലും ഉണ്ട്. അതായത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അതുപോലെ പ്രപഞ്ച ശക്തി, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, എന്താ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നോളജ്, അതായത് സസ്യങ്ങളുണ്ട്, അവ ഓക്സിജൻ തരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്കറിയാം. സസ്യങ്ങളിൽ ആഹാരം പാകം ചെയ്യുന്നത് ഇലയിലാണ്, തുടങ്ങിയവയൊക്കെ ബേസിക് അവയർനെസ് അല്ലേ. ഇതൊക്കെ നമ്മളുടെ ശാസ്ത്രീയ ബോധം എന്ന നിലയിൽ, സയന്റിഫിക് അവയർനെസ് എന്ന നിലയിൽ നമുക്ക് കണക്കാക്കാം. എന്നാൽ ശാസ്ത്രീയ മനോഭാവമാണ് അടുത്ത ലെവൽ അല്ലെ, സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്. അപ്പൊ ആദ്യം അവയർനെസ്, അടുത്തത് ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളുടെ ആ നേടിയ ആ അവയർനെസ്സിനെ നമ്മൾ കുറച്ചെങ്കിലും പ്രയോഗിച്ച് നോക്കും അല്ലെ. ഇല്ലേ? നമുക്കൊരു സയന്റിഫിക് ബോധം, നമ്മുടെ ഒരു ശാസ്ത്ര മനോഭാവം നമ്മളിലുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയ ബോധം നമ്മളിലുണ്ട്. ആ ബോധത്തെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് പിന്നെ ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ ഒരു മനോഭാവമായിട്ട് മാറുന്നു. ഏതൊരു കാര്യത്തിലും ഇതിന്റെ പിന്നിലെ ശാസ്ത്രം എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ശാസ്ത്രീയ മനോഭാവമായിട്ട് നമുക്ക് പറയാം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ റൂളുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ, ശാസ്ത്ര നിയമങ്ങളുടെ പിന്തുണയോടുകൂടി അതിനെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നു ശാസ്ത്ര മനോഭാവത്തില്. ഓക്കെ അല്ലേ? കുറച്ചുകൂടി ഉയർന്നൊരു ലെവലാണ് ശാസ്ത്രീയ മനോഭാവം അല്ലെങ്കിൽ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിനോട് ഇവയ്ക്ക് രണ്ടിനും ഏറ്റവും ഉയർന്ന ലെവലാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെല്ലാം പിന്നെ നിശിതമായി എല്ലാ വശങ്ങളെ കുറിച്ചും ചിന്തിക്കും. ഏതൊരു കാര്യം കേട്ടാലും നമ്മൾ അവിടെ സയന്റിഫിക് ആയിട്ട് ചിന്തിക്കും, പിന്നെ അതിനെ പ്രയോഗിക്കാൻ പഠിക്കും, വിവിധ വശങ്ങളെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ കുറച്ചുകൂടി അപ്ലൈഡ് ലെവലിലേക്ക് എല്ലാ കാര്യത്തെയും ശാസ്ത്രീയമായി നോക്കുന്നു, എല്ലാത്തിനെയും വിമർശനാത്മകമായി ചിന്തിക്കുക, ഈ തുടങ്ങിയ ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തുന്നതാണ് ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. കുറച്ചെങ്കിലും മനസ്സിലായോ?
മനസ്സിലായി. ആ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ChatGPT തന്ന മറുപടിയിലേക്കും കൂടെ ഒന്ന് പോവാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നോട്ട് നോക്കിയതാണ്. Scientific awareness. Knowing about science and how it helps in daily life. It includes general knowledge about scientific facts, discoveries, and the role of science in society. അതായത് നമുക്ക് സയൻസ് എങ്ങനെയാണ് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവുക. അതാണ് സയന്റിഫിക് അവയർനെസ് എന്ന് ഇവിടെ പറയുന്നത്. ജനറൽ നോളജ് ആണെന്ന് പറയുന്നത്. അബൌട്ട് സയന്റിഫിക് ഫാക്ട്, ശാസ്ത്രീയമായ വസ്തുതകളെ കുറിച്ചുള്ള ജനറൽ നോളജ് ആണ് ഈ പറയുന്ന സയന്റിഫിക് അവയർനെസ്. അതുപോലെ നമ്മുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച്, അതുപോലെ റോൾ ഓഫ് സയൻസ് ഇൻ സൊസൈറ്റി, ശാസ്ത്രത്തിന്റെ സമൂഹത്തിലുള്ള പങ്ക്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ബേസിക് അവയർനെസ്സിനെ സയന്റിഫിക് അവയർനെസ് അഥവാ ശാസ്ത്രീയ ബോധം. നമ്മൾ മലയാളം വരുമ്പോഴാണ് നമുക്ക് ഒരു ഇച്ചിരി പ്രശ്നം വരുന്നത്. അവയർനെസ്, ബോധം, ശാസ്ത്രീയ ബോധം എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാം. ഇതിനകത്ത് എക്സാമ്പിൾ പറയുന്നത് വാക്സിൻസ് ഉപയോഗിച്ച് നമുക്ക് അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് നമ്മളുടെ അവയർനെസ് ആണ്, സയന്റിഫിക് അവയർനെസ് ആണ് എന്ന് ഓർക്കുക. അതായത് ശാസ്ത്രീയ ബോധമാണ് എന്ന് ഓർക്കുക. അടുത്തത് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്. സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എ ഹാബിറ്റ് ഓഫ് മൈൻഡ് ആയി കഴിഞ്ഞു. എ ഹാബിറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് വാല്യൂസ് ഓണസ്റ്റി, ക്യൂരിയോസിറ്റി, ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് വിതൗട്ട് ബയാസ്. നമ്മൾ യാതൊരുവിധ ബയാസും ഇല്ലാതെ, അല്ലെ, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ എന്താണ് സത്യസന്ധമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ നോക്കിക്കണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ സയന്റിഫിക് ആറ്റിറ്റ്യൂഡാണ്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു. അതുപോലെ അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുന്നു. ഓണസ്റ്റി പ്രകടമാക്കുന്നു, അല്ലെ, സത്യസന്ധമായി പെരുമാറാൻ ആരംഭിക്കുന്നു, എന്തോ അറിയാനുള്ള ആഗ്രഹം വരുന്നു. ഇതൊക്കെ സയന്റിഫിക് ആറ്റിറ്റ്യൂഡിന്റെ ലക്ഷണങ്ങളാണ്, ശാസ്ത്രീയ മനോഭാവത്തിന്റെ ലക്ഷണമാണ്. ഇനി അടുത്തത് സയന്റിഫിക് ടെമ്പർ. സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് എ വേ ഓഫ് തിങ്കിങ് ദാറ്റ് യൂസസ് ലോജിക്, ഒബ്സർവേഷൻ ആൻഡ് റീസണിങ്. ഇവിടെ നമ്മൾ ലോജിക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്നു, റീസണിങ്, അല്ലെ, നമ്മൾ എന്താണ് കാര്യകാരണ സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഇറ്റ് മീൻസ് ക്വസ്റ്റ്യനിങ് സൂപ്പർസ്റ്റിഷൻസ്, ബിലീവിങ് ഇൻ ഫാക്ട്സ് ആൻഡ് ബീയിങ് ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് വിത്ത് പ്രൂഫ്. അതായത് നമ്മൾ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ, എന്താണ് അമാനുഷികമായ അല്ലെങ്കിൽ എന്താ അശാസ്ത്രീയമായ കുറെ അന്ധമായ വിശ്വാസങ്ങൾ, ഇവയ്ക്കൊക്കെ എതിരെ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ എന്നതിനെ കുറിച്ച് നമ്മൾ വസ്തുനിഷ്ഠമായി അന്വേഷിക്കുകയും അതിനെതിരെ സംസാരിച്ചു തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ. അതുപോലെ ഫാക്ടുകളിൽ ഉറച്ചു വിശ്വസിക്കാൻ ആരംഭിക്കുന്നു. അതുപോലെ ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് വിത്ത് പ്രൂഫ്. നമ്മൾ പുതിയ ഐഡിയാസിനെ പ്രകടിപ്പിക്കുകയും വിത്ത് പ്രൂഫായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. മനസ്സിലായോ സയന്റിഫിക് ടെമ്പർ? ഒരു നിങ്ങൾ ഈ ഓരോ ഘട്ടവും ഏതാണ് താഴ്ന്നത്, ഏതാണ് ഉയർന്നത്. ഇപ്പൊ നമുക്ക് വേണ്ടത് എന്താ? സയന്റിഫിക് ടെമ്പർ ആണ്. സയന്റിഫിക് ടെമ്പർ ആണ് നമ്മളുടെ KCS 2023 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. കുട്ടികളിൽ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക, അല്ലെ. ആരാണ് ആദ്യമായി സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ് സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് ആദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി, അല്ലെ. ആദ്യമായി പറയുന്നത് അദ്ദേഹമായിരുന്നു സയന്റിഫിക് ടെമ്പർ ഉപയോഗിച്ചത്. കുട്ടികളിൽ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ അധ്യാപിക എങ്ങനെയായിരിക്കണം? അധ്യാപിക ശാസ്ത്രബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ട് ഓരോ കാര്യങ്ങളെയും സമീപിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. കൈ ഒന്ന് കാണിച്ചു എല്ലാരും. കൈ തണ്ട. ദിവ്യ ടീച്ചറെ, പ്രത്യേകിച്ച് വലത്തെ കൈ. ചരടുണ്ടോ? ആരുടെയൊക്കെ കൈ ചരടുണ്ട്? അശ്വതി ഉണ്ടോ? അശ്വതി പണ്ടില്ലായിരുന്നോ? ഇനി ആരാ? ഇനി 2-3 പേരുണ്ടല്ലോ ഓണാക്കാൻ. ഉണ്ടോ? കുറിയൊക്കെ ഇട്ട് പിന്നെ നമ്മള് സയന്റിഫിക് ടെമ്പറുള്ള ആളുകള്, അല്ലേ?
ചരടൊക്കെ കെട്ടി ബാക്കിയൊക്കെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് ഈ ചരട് പലപ്പോഴും നമുക്കൊരു ധൈര്യത്തിന് കിട്ടുന്നു എന്നാണ് പറയുന്നത്, പൂജിച്ച് കിട്ടുന്നത് അല്ലെ, ഒരു ധൈര്യത്തിന് നല്ലത് സംഭവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു. ബാക്കിയൊക്കെ നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വേഷവിധാനങ്ങള് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ വിശ്വാസം എന്ന് നമുക്ക് കുറച്ചെങ്കിലും അതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷെ ഇത്തരത്തില് നമ്മള് പിന്നെ മതപരമായ കാര്യങ്ങള് നമ്മുടെ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് അത് വിശ്വാസത്തിന്റെ ഭാഗമാക്കി നമ്മൾ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് പോകുമ്പോ അവിടെ ശാസ്ത്രീയ മനോഭാവം സയന്റിഫിക് ടെമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് ഹൈസ്കൂളിലാണ്. അപ്പം എന്നോട് കുട്ടികൾ ചോദിച്ചു, ടീച്ചർ ഏത് കാസ്റ്റ് ആണെന്നുള്ള രീതിയിലേക്ക്, ഏത് ഇതിലാണ് ടീച്ചറിന്റെ പേര് കേട്ടിട്ട് മുസ്ലിം പേര് പോലെയാണല്ലോ എന്നിങ്ങനെ ചോദിച്ചു. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോലും അറിയാതെ ആ ഒരു തോട്ട് ഇപ്പോഴും ഈ വന്ന കാലത്ത് പോലും പേര് വെച്ചിട്ട് അത് ഏതാണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി, അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഇതും കൂടിയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം എത്തോ? ഇല്ല. ഇന്റർവ്യൂ ബോർഡിന് മുമ്പേ അങ്ങനെ പോവോ? കുറെയൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി പൊക്കോ, കുറെയൊക്കെ ഇട്ട് പോവോ? അശ്വതി, ചുവന്ന കുറി എപ്പോഴും നെറ്റി കിടപ്പുണ്ട്. അപ്പൊ പിന്നെ പരമാവധി എല്ലാം ഒഴിവാക്കുക കേട്ടോ. നമ്മള് നോർമൽ, നമ്മളെ കണ്ടാൽ നമ്മള് ഏറ്റവും നോർമൽ ഇന്ത്യൻ രീതിയിൽ ഏറ്റവും നോർമലായി പൊട്ടുന്ന ഇടേണ്ടെന്നല്ല, അതൊക്കെ നമ്മുടെ ശീലങ്ങളാണ്. ചെറുത് യൂസ് ചെയ്യുക, പിന്നെ ആവശ്യമില്ലാത്ത ചിഹ്നങ്ങള് കൊണ്ട് കൊടുക്കാതിരിക്കുക നമ്മളായിട്ട്. ആത്മവിശ്വാസക്കുറവ് വലിയ രീതിയിൽ അത് കാണിക്കും. ഞാനൊരു ഇന്റർവ്യൂവിന് പോയപ്പോഴും ഇത്തരത്തിൽ 2-3 പേര് ഇങ്ങനെ കയ്യില് മഞ്ഞയും ചുവപ്പും എല്ലാം കെട്ടിക്കൊണ്ടുപോയി. എനിക്ക് തന്നെ കാണുമ്പോൾ ഇവര് ഒരു വല്ലായ്മ തോന്നുന്നു. എന്താണ്, ഒരു ഇന്റർവ്യൂവിന് വന്നപ്പോ പോലും അതൊന്ന് ഒഴിവാക്കി ആ ഒരു ദിവസം പോലും വരാനുള്ള ആത്മവിശ്വാസം ഇല്ല അല്ലേ? അപ്പൊ ആത്മവിശ്വാസം ഇല്ലാതെ വരുമ്പോൾ സ്വയം വിശ്വാസം ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ മാറും. നമ്മൾ അങ്ങനെ ഒരിക്കലും അവരുടെ മുന്നിലേക്ക് നമ്മൾ പോകരുത്. സ്വയം വിശ്വസിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാർട്ടൂണുകളിൽ പോലും അറിയാതെ ജാതിയും മതവും കടന്നു വരുന്നുണ്ട്. അമാനുഷിക ശക്തികളും ഒക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പല ഇതും കാണിക്കുമ്പോൾ, ഇപ്പൊ ചോട്ടാ ഭീം പോലെ അല്ലെങ്കിൽ നമ്മള് പിന്നെ കൃഷ്ണന്റെ ഒക്കെ ആരാധന കൂട്ടുന്ന തരത്തില് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ കാർട്ടൂൺ ഇട്ട് കൊടുക്കും അല്ലെ. അങ്ങനെ എല്ലാം ഞാൻ ഒന്നിനെയായിട്ട് പറഞ്ഞതല്ല, അപ്പൊ എല്ലാം അങ്ങനെയാണ്. കാർട്ടൂണുകളിൽ പോലും അറിയാതെ ജാതിയും മതവും വരുന്നുണ്ട്. കുട്ടികൾ അറിയാതെ അവയിലേക്ക് വിശ്വസിക്കും. എന്നെ രക്ഷിക്കാൻ ഒരാൾ വരും അല്ലെ, സൂപ്പർ ഹീറോസ് വരും, ഞാനൊരു സൂപ്പർ ഹീറോയെ പോലെ എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് പോകും. എന്നാൽ ഇത് നല്ലതാണോ? ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ നന്നായിട്ട് ബാധിക്കാറുണ്ടോ? എങ്ങനെയാണ് കാർട്ടൂൺസ് ഒക്കെ? ഇല്ല എന്ന് കണ്ണു അടച്ച് പറയല, അടിക്കും ഞാൻ. പോസിറ്റീവായിട്ട് എങ്ങനെ വരും? കാർട്ടൂൺ കാണുന്നതിലൂടെ അവരുടെ ലാംഗ്വേജ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. ലാംഗ്വേജ്, നല്ല ലാംഗ്വേജ് കിട്ടാറുണ്ട്. പിന്നെ അവരുടെ ഭാവന വികസിക്കാൻ കാരണമാകും ടീച്ചർ. എന്താടാ കേട്ടില്ല? ഭാവന വികസിക്കാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറെ കൂടെ ഇമാജിനേറ്റീവ് ആവാറുണ്ട് അല്ലെ, നന്നായിട്ട്. പിന്നെ എന്താ, നമ്മള് ഈ പറയുന്ന അമാനുഷികത അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനെയൊക്കെ ഇങ്ങനെ കാണുന്നു, കേൾക്കുന്നു, നമുക്ക് വിശ്വസിക്കാനാകാത്ത പലതും ഉണ്ട് എന്നുള്ള ഒരു ഇമാജിനേഷൻ അവരുടെ ഭാവന ഉണരുന്നു അല്ലെ. നല്ല നല്ല കഥാകാരന്മാരായും കഥാകാരികളായും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറാനായിട്ട് അത് കാരണമാകാറുണ്ട് അല്ലെ. ആ വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, സയന്റിഫിക് ടെമ്പറിൽ നിന്ന് അങ്ങോട്ട് പോയത്. അപ്പൊ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോൾ കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം അധ്യാപകരിൽ അത് ഉണ്ടാകണം. ഒരിക്കലും അവിടെ ചെന്ന് പിന്നെ കണ്ണു വയ്ക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ അവിടെ പോയി ഓതി ഒഴിച്ചതിന് ശേഷമാണ് എന്റെ അസുഖം മാറിയത്, അങ്ങനെ ചെയ്യൂ എന്നുള്ള രീതിയിൽ ടീച്ചറിന്റെ വായിൽ നിന്ന് വീഴാനോ എടുക്കാനോ ഒന്നും പാടില്ല അല്ലെ. നമ്മൾ ആദ്യം അത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ആദ്യം നമ്മളിൽ വിശ്വാസം ഉള്ളവരായിട്ട് മാറുക. നമ്മളുടെ വിശ്വാസങ്ങൾ എപ്പോഴും നമ്മളിൽ തന്നെ ആയിരിക്കണം. ഒരാളും വരില്ല നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു കാര്യങ്ങളിൽ നിന്നും. പോസിറ്റിവിറ്റിയിൽ വിശ്വസിക്കുക. അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് ചിലപ്പോൾ ആവശ്യമായിരിക്കും. എന്നാലും എപ്പോഴും സയന്റിഫിക് ആയിട്ട് ചിന്തിക്കാൻ
നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുട്ടികളെ കൊണ്ട് ധൈര്യമായി അങ്ങനെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അത് ജാതീയമാകുമോ, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അത് മതസ്പർദ്ധ ഉണ്ടാക്കുമോ എന്നുള്ള ചിന്തകളല്ല. പറയേണ്ടത് പറയേണ്ട പോലെ പറഞ്ഞ് കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്കും പറ്റണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കും. ഇത് പറയുമ്പോൾ ഞാൻ പഴയ ക്ലാസ്സുകളിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ക്ലാസ്സിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്, രക്ഷിതാക്കളോട് അത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ആത്മവിശ്വാസമുള്ളവരാക്കിയാണ് നമ്മൾ മാറ്റേണ്ടത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 1-ാം ക്ലാസ് മുതൽ അങ്ങനെ ശീലങ്ങൾ ഉണ്ടാക്കിയ, ഇപ്പോൾ ഞാൻ 1-ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ ആയിരുന്ന സമയത്ത് അത് പറയുകയും എന്റെ രക്ഷിതാക്കൾ അത് ഉൾക്കൊണ്ടുകൊണ്ടത് മാറ്റിയെടുക്കാൻ അവർ തന്നെ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആത്മവിശ്വാസമുള്ള ഒരു കൂട്ടം കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അപ്പൊ അങ്ങനെ മുന്നോട്ട് വരണം. ഇനി അടുത്ത ചോദ്യം, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ലക്ഷ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന 1-2 ലക്ഷ്യങ്ങൾ പറയുക. KCF 2023 സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി കുട്ടികളിൽ പരിസരബോധം, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വെള്ളം, വായു, ജലം എന്നിവയെ കുറിച്ചുള്ള ഒരു കോമൺ അവയർനെസ്, കൂടാതെ ലഹരിയെ കുറിച്ചുള്ള അവബോധം, മാലിന്യ സംസ്കരണം, എങ്ങനെ പരിസ്ഥിതിയുമായി ജൈവ വൈവിധ്യ ഉദ്യാനം പോലുള്ള പദ്ധതികളിലൂടെ പരിസ്ഥിതി സംരക്ഷണ ബോധം, ശാസ്ത്ര അവബോധം, സയന്റിഫിക് ടെമ്പർ എന്ന ആശയം കുട്ടികളിലേക്ക് എത്തിക്കുക. കൂടാതെ ലിംഗസമത്വം, നമ്മുടെ ഇന്ത്യൻ ഏതൊരു പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കുമ്പോഴും നാം മുന്നിൽ വെക്കേണ്ട ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. ലിംഗസമത്വം, നീതി, സ്വാതന്ത്ര്യം, സമത്വം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും KCF 2023 മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. KCF-ന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം. യുനെസ്കോയുടെ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനിലെ ലേണിംഗ് ടു ലിവ് ടുഗെദർ എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ വീഡിയോ ഓഫ് ചെയ്തത് വേണമെന്നല്ല, നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം ലാപ്പിന്റെ അടുത്തേക്ക് ഇരിക്കേണ്ടി വരും. അപ്പൊ അത് വീഡിയോ റെക്കോർഡ് ആകുമ്പോൾ അത് ഒരു രസം ഉണ്ടാവില്ല. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാൻഡ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 1, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നു. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഒരു വിദ്യാഭ്യാസം നമ്മൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായും ജനാധിപത്യ മൂല്യങ്ങൾ പരിഗണിക്കപ്പെടും, അല്ലെ? ജനാധിപത്യപരമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിൽ തുല്യ നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. ആദ്യമായിട്ട് അതാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് സമഗ്രവും സുസ്ഥിര വികസനോന്മുഖവുമായ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. സമഗ്രമായ വിദ്യാഭ്യാസമാണ് അവ ലക്ഷ്യം വെക്കുന്നത്. സമഗ്രത എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഉള്ള വികസനം അതിനകത്ത് വരുന്നുണ്ട്. കുട്ടിയുടെ ശാരീരികവും വൈകാരികവും അതുപോലെ ഭൗതികപരവും എല്ലാ തരത്തിലുള്ള വികസനം വരുമ്പോഴല്ലേ അത് സമഗ്രമാവുക. സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. സുസ്ഥിരമായിരിക്കണം, സ്ഥിരതയുള്ളതായിരിക്കണം, അതുപോലെ വികസനോന്മുഖമായിരിക്കണം. കുട്ടി ഒരു സമൂഹം എന്ന നിലയിലേക്ക് വികസിക്കുവാൻ അവനെ സഹായിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം എന്ന് പറയുന്നു. ഇനി ജ്ഞാന സമൂഹ സൃഷ്ടിക്കാനുള്ള വിദ്യാഭ്യാസം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റാണ്. ജ്ഞാന സമൂഹ സൃഷ്ടിക്കാനുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സമൂഹ സൃഷ്ടി നമുക്ക് എല്ലാവർക്കും ലക്ഷ്യം വെക്കാം, പക്ഷെ ജ്ഞാന സമൂഹം എന്ന് പറയുമ്പോൾ വിജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്, അല്ലെ? എല്ലാവരും നല്ല അറിവുള്ളവരായിരിക്കണം. ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അതിനു വേണ്ടി നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടി വരും.
അപ്പൊ ആ പ്രവർത്തനങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രബോധം വളർത്തുന്ന തരത്തിലും ശാസ്ത്ര അടിത്തറയുള്ളതും ഒക്കെ ആയി തീരേണ്ടി വരും. ഇനി സമഗ്ര വ്യക്തിത്വ വികാസം ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാഭ്യാസമാണ് KCF 2023 മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സമഗ്ര വ്യക്തിത്വം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, സമഗ്രവും സുസ്ഥിരവുമായ വികാസം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, കുട്ടികളിലെ എല്ലാ തരത്തിലുമുള്ള വികാസം എന്ന്. സമഗ്ര വ്യക്തിത്വം എന്ന് പറയുമ്പോൾ കുട്ടിയെ ഒരു പൂർണ്ണ വ്യക്തിയായി മാറ്റാൻ സഹായിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം. ഓരോ വ്യക്തിയുടെയും വ്യക്തി വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് അപ്പോൾ 2023 KCF മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തത് ദേശീയ ബോധവും ഉത്തരവാദിത്വ ബോധവുമുള്ള പൗരബോധം വളർത്തുന്ന വിദ്യാഭ്യാസം. ദേശീയ ബോധം വേണം, ഉത്തരവാദിത്വ ബോധം വേണം, പൗരബോധം വേണം. ഇവ മൂന്നും വളർത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നിലവിലുള്ള പല പ്രശ്നങ്ങളെയും നമുക്ക് ഈ ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ട് ഇല്ലാതാക്കാം. അതായത് ദേശീയ ബോധം എന്ന് പറയുന്നത്, ദേശീയത നല്ലതാണ്, അത് തീവ്ര ദേശീയതയിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവായിട്ട് വരും. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീവ്രവാദം പോലുള്ള പല പ്രശ്നങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാം. അപ്പൊ ദേശീയ ബോധം വേണം, അത് ശാസ്ത്രീയമായ അടിത്തറയുള്ളതായിരിക്കണം അല്ലേ? അപ്പൊ ഈ ദേശീയ ബോധവും ഉത്തരവാദിത്വ ബോധം, അവനവന്റെ ജോലികൾ, കടമകൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു സമൂഹത്തിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ KCF 2023 ഈ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചത് എന്തുകൊണ്ട് നല്ലതാണ്. ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണമെങ്കിൽ അത് നമ്മുടെ ചട്ടക്കൂട്, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് അതൊരു ലക്ഷ്യമായി എടുക്കുക തന്നെ വേണമായിരുന്നു. അപ്പൊ ദേശീയ ബോധവും ഉത്തരവാദിത്വ ബോധവുമുള്ള, അതുപോലെ തന്നെ പൗരബോധമുള്ള സമൂഹത്തെ വളർത്തുക എന്നുള്ളതാണ്. പൗരബോധം, ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ് അല്ലെ, എന്റെ കടമകൾ ഇന്നതാണ്, എന്റെ കർത്തവ്യങ്ങൾ ഇന്നതാണ് എന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. അപ്പൊ ആദ്യം അവര് നിയമങ്ങൾ പാലിച്ച് പഠിക്കുന്നത് വീടുകളിലാണ്, പിന്നീട് വിദ്യാലയങ്ങളിലാണ്, പിന്നെ സമൂഹത്തിലെ നിയമങ്ങളിലേക്കും രാജ്യത്തിന്റെ നിയമങ്ങളിലേക്കും ഒക്കെ പോവുകയാണ് അല്ലെ. നമ്മള് ഓരോ കാര്യം പറയുമ്പോഴും, യൂണിഫോമിന്റെ കാര്യം പറയുമ്പോൾ പോലും നമ്മള് വലിയ വിമർശനങ്ങളൊക്കെ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ മുടി വളർത്തിയാൽ എന്താണ്, കുട്ടികൾ യൂണിഫോം അവരുടെ ഇഷ്ടത്തിന് ഇറക്കം കുറച്ചാൽ എന്താണ്, കൂട്ടിയാൽ എന്താണ്, കൈവച്ചാൽ എന്താണ്, വെച്ചില്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ഉള്ള ഡിസ്കഷൻസ് വരാറുണ്ട്. അപ്പോ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ തന്നെയായാലും യൂണിഫോം എന്ന് പറയുന്നതിന് ഒരു യൂണിറ്റി ഉണ്ട് അല്ലെ. നമ്മൾ യൂണിഫോം കൊണ്ടുവന്നതിന് തന്നെ ഒരു കാരണമുണ്ട്. ഇതുപോലും നമ്മളുടെ നിയമത്തിന്റെ ഭാഗമായി കുട്ടികൾ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ മുതൽ അവര് നിയമം ലംഘിച്ചു തുടങ്ങുകയാണെങ്കിൽ പിന്നെ അവരെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള നിയമങ്ങളെ കൃത്യമായി പാലിക്കാൻ കഴിയണം. സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടടുത്ത് അനുഭവിക്കാനും അത് പ്രിവെന്റ് ചെയ്യേണ്ടടുത്ത് ചിലയിടങ്ങളിൽ നിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ ശീലിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് ഉത്തരവാദിത്വ ബോധവും പൗരബോധവും സ്കൂൾ നിയമങ്ങൾ പാലിക്കാനുള്ള ബോധവും ഒക്കെ ഉണ്ടാകണം അല്ലെ. വേണ്ടേ? വേണം. അപ്പൊ യൂണിഫോമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചോദിച്ചാലും അതിനകത്തേക്കുള്ള പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു ഇല്ലേ. അത് അടുത്ത ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാം, അപ്പൊ പറഞ്ഞു തരണം. പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം. ഈ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അതില് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ, ലിംഗഭേദമില്ലാതെ, അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള അനീതികളും ഇല്ലാതെ എല്ലാവരും ഒന്ന് എന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മളെ KCF 2023 ലക്ഷ്യം വയ്ക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പോയിന്റുകൾ, ഈ വാക്കുകൾ അതുപോലെ പതിയാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യം ഇന്ന് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ജനാധിപത്യ ദർശനം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന വിദ്യാഭ്യാസം. ഭരണഘടനയാണ് നമ്മളുടെ പിന്നെ ഏറ്റവും നമ്മളുടെ നിയമസംഹിത എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയാണ്. നമ്മളുടെ നിയമങ്ങളുടെ ഏറ്റവും അവസാന വാക്ക് നമ്മളുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ, അതിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. അത്
സ്വാഭാവികമായും ജനാധിപത്യ ദർശനത്തിലേക്കായിരിക്കും വഴിവെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 ലക്ഷ്യം വെക്കുന്നത്. ഇനി ചരിത്രബോധവും സാംസ്കാരിക ബോധവും വളർത്തുന്ന വിദ്യാഭ്യാസം. ചരിത്രബോധം വളർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പലപ്പോഴായി നമ്മളുടെ സാമൂഹ്യ പ്രവർത്തകര് പല തവണയായി ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അവർ സംസാരിച്ചിട്ടുണ്ട് അല്ലെ, ചില പാഠങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചും ചിലത് അവോയ്ഡ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള വലിയ ചർച്ചകൾ നടത്തുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഏത് പാഠം ഉൾപ്പെടുത്തിയാൽ എന്താ, ഏത് ഒഴിവാക്കിയാൽ എന്താ എന്ന് അല്ലെ. പക്ഷെ ആ ഒഴിവാക്കപ്പെടുന്നത് നമ്മളുടെ ഇന്ത്യൻ ചരിത്ര രചയിതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും ഇന്ത്യൻ ചരിത്രത്തിലെയും നെടുന്തൂണുകളായ ആളുകളെ പോലും നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതായത് ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ടേനെ, ചില രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം കുത്തകയായി നമ്മുടെ രാജ്യത്തിലെ ചിന്താഗതികൾ ആ ഒരു രീതിയിൽ നമ്മളുടെ പുത്തൻ തലമുറയെ ആ ഒരു രീതിയിൽ മോൾഡ് ചെയ്തെടുക്കപ്പെട്ടേനെ. അങ്ങനെ വലിയ വിഷയങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത ചരിത്രബോധവും സാംസ്കാരിക ബോധവും വളർത്തുന്ന വിദ്യാഭ്യാസമാണ് ഉന്നം വയ്ക്കുന്നത്. സാംസ്കാരിക ബോധം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. പാശ്ചാത്യ സംസ്കാരങ്ങളെ കണ്ണുമടച്ച് അനുകരിക്കുന്ന ഒരു കൂട്ടം യുവതലമുറയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ മൂല്യങ്ങൾ, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ യുണീക്നെസ്സും അവിടെ ഇല്ലാതെ പോകുന്നു. നമ്മുടെ രാജ്യത്തിന് മുഖമായിരുന്ന പലതും നഷ്ടമായി പോകുന്നു. അപ്പൊ പാടെ നമ്മുടെ രാജ്യത്തെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് അത്തരം കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ചരിത്രവും ഇന്ത്യയുടേതായ സംസ്കാരവും ഉണ്ട്. അപ്പൊ അതുപോലെയാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയല്ലേ, പല വ്യത്യാസങ്ങൾ നമുക്കിടയിലുണ്ട്. ആ വ്യത്യാസങ്ങളിലെല്ലാം നമ്മൾ ഒന്ന് എന്ന മനോഭാവത്തിൽ കടന്നു പോകുന്നവരാണ് നമ്മള്. അപ്പൊ ഇതിനെ എല്ലാം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന ബോധ്യത്തിലാണ് KCF 2023 സാംസ്കാരിക ബോധം വളർത്തുന്ന വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തത് സാങ്കേതിക വിദ്യ അവബോധം സാധ്യമാക്കുന്ന വിദ്യാഭ്യാസം. ഉറപ്പായും നമുക്കതിൽ 100% നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി പറയാനാകും. കാരണം നിലവില് സാങ്കേതിക വിദ്യയെ ഇത്രത്തോളം ഉപയോഗിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ടോ എന്നത് സംശയമാണ്. സാങ്കേതിക വിദ്യ വളരെ നന്നായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ICT സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് ക്ലാസ് റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ ക്ലാസ് റൂമുകളിലും പ്രൊജക്ടറുകളും അതല്ലെങ്കിൽ പിന്നെ ടിവിയുടെ സഹായവും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലാപ്പ്, TV, ഈ വക സംവിധാനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുള്ള പഠന സംവിധാനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പഠന പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് അത്തരം പഠന സംവിധാനങ്ങൾ ഒരുക്കിയപ്പോ സാമഗ്രികൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചു? പഠന സാമഗ്രികൾക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ നമ്മൾ ആശ്രയിക്കും? ഇപ്പോ മഴയായോണ്ടാണ് ഞാൻ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മഴ തോർന്നു, ഇനി നിങ്ങൾ സംസാരിക്കുക. സാങ്കേതിക വിദ്യ അവബോധം സാധ്യമാക്കുന്ന വിദ്യാഭ്യാസത്തിന് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാ, അല്ലെങ്കിൽ സൈറ്റുകളൊക്കെ ഉണ്ട്? ഏതൊക്കെയാ? സമഗ്ര ഡിജിറ്റൽ പഠനം സാധ്യമാക്കുന്നതിനുള്ള ഒരു വെബ് പോർട്ടലാണ് സമഗ്ര. വിക്ടേഴ്സ്, സമഗ്ര, കൈറ്റിന്റെ ഭാഗമായി നടക്കുന്ന വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളായിട്ടുള്ള ജിയോജിബ്ര, ഫെറ്റ് മുതലായിട്ടുള്ള സോഫ്റ്റ്വെയറുകള്. പിന്നെ സ്കൂൾ വിക്കി. ഓക്കെ. അപ്പൊ ഏറ്റവും നന്നായി നമ്മൾ സമഗ്ര പ്ലസ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് സമഗ്ര പ്ലസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ലിറ്റിൽ കൈറ്റ്സ് യൂസ് ചെയ്തൂടെ? ലിറ്റിൽ കൈറ്റ്സ് കൈറ്റിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളുടെ സംഘടന എന്നുള്ള നിലയിലേക്കാണ് ലിറ്റിൽ കൈറ്റ്സ് പോകുന്നത്. കൈറ്റിന്റെ ഭാഗമായിട്ടാണ് സമഗ്രയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കൈറ്റിന്റെ സഹായത്തോടെയാണ് ഇത്തരം പോർട്ടലുകളെല്ലാം സമഗ്രയും സമന്വയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് കൈറ്റിന്റെ സഹായത്തോടെയാണ്. ഈ അച്ചുവിദ്യ എന്ന് പറയുന്നത് UP അത് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ അച്ചുവിദ്യ എന്ന് പറയുന്ന? അതൊരു പ്ലാറ്റ്ഫോം.
EAT വിദ്യ പ്ലാറ്റ്ഫോം അല്ലേ? ആ അത് ഡീറ്റെയിൽസ് അറിയില്ലടാ, ഡീറ്റെയിൽസ് നോക്കിയില്ല, ഞാൻ കേട്ടു. ICT പാഠപുസ്തകം UP തലത്തിലുള്ള ICT പാഠപുസ്തകം. ഇത് UP തലത്തിലുള്ള പാഠപുസ്തകമാണ് EAT വിദ്യ. IT പുസ്തകത്തിന്റെ പേരാണോ? പ്രൈമറി തലത്തിൽ അത് കളിപ്പെട്ടി UP അതെ. തലത്തിൽ ICT വിദ്യ. ഓക്കെ. കളിപ്പെട്ടി എനിക്ക് അറിയൂ. ഇപ്പം EAT വിദ്യ UP തലത്തിൽ അത് ICT വിദ്യ. ഓക്കെ. UP തലത്തിലെ ICT പാഠപുസ്തകമാണ് കേട്ടോ ജാസ്മിൻ ടീച്ചറെ. ഓക്കെ. പിന്നെ ഇനി നമ്മൾ പറഞ്ഞത് സാങ്കേതിക വിദ്യ അവബോധം സാധ്യമാക്കുന്ന വിദ്യാഭ്യാസമായിരുന്നു അല്ലെ. അടുത്തത് തൊഴിൽ നൈപുണ്യവും ശാസ്ത്രീയത്വവും വളർത്തുന്ന വിദ്യാഭ്യാസം. തൊഴിൽ നൈപുണ്യം വളർത്തുന്ന വിദ്യാഭ്യാസത്തിനെ പലരും അനുകൂലിക്കുന്നുണ്ട്, ചിലരൊക്കെ പ്രതികൂലിക്കുന്നുണ്ട്. എന്നാൽ അനുകൂലനം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രതികൂലിക്കുന്നത് എങ്ങനെയായിരിക്കും പറഞ്ഞോ? തൊഴിൽ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. കുട്ടികൾ പാതി വഴിയിൽ പഠനം നിർത്തിപ്പോകും. എന്താണോ കുട്ടികളുടെ ശ്രദ്ധ കൂടുതലായിട്ട് ആ ഒരു ഇതിലേക്ക് പോയിട്ട് പഠനത്തിലേക്കുള്ള ഒരു താല്പര്യം കുറയാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അല്ലെ. അല്ലെങ്കിൽ തന്നെ അവരുടെ ശ്രദ്ധ പല രീതിയിലും ഡൈവേർട്ടായി പോകുന്നുണ്ട്. അവർ തൊഴിലധിഷ്ഠിതം എന്ന രീതിയിലേക്ക് വരുമ്പോൾ പിന്നെ കുട്ടികൾ പാതി വഴിയിൽ തൊഴിലുപേക്ഷിച്ച് പോകാൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആദ്യകാലത്ത് അതിനെ വിമർശിച്ചത്. അത് കേരളത്തിൽ ഉള്ളതിനേക്കാൾ ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിൽ കുറച്ചുകൂടി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കളും സമൂഹവും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് KCF 2023 ഒരു പ്രശ്നമെന്നല്ല, NEP പറഞ്ഞപ്പോൾ അല്ലെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞ സമയത്ത് അത് തൊഴിലധിഷ്ഠിതമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ വിമർശിച്ച ഒരു കാരണമാണ്. അല്ലെങ്കിൽ തന്നെ കുട്ടികൾ പല രീതിയിൽ സ്കൂളുകളിലേക്ക് എത്താതെ കുട്ടികൾക്ക് ചോർച്ച സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇനി അത് കൂടും എന്ന രീതിയിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ അന്ന് വിമർശിച്ചത്. അതായത് ഇടയ്ക്ക് വെച്ച് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിർബന്ധമായിട്ട് നമ്മള് കുട്ടികളെ നിർബന്ധമായ ചില നിയമങ്ങൾ പാസ്സാക്കുമ്പോഴാണ് കുട്ടികൾ പ്രൈമറി എഡ്യൂക്കേഷൻ എങ്കിലും പൂർത്തിയാക്കിയിരുന്നത്. അപ്പൊ അത് വേണ്ട എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് സിസ്റ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ കുട്ടികള് വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറകോട്ട് പോകും എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും അതിജീവന ശേഷി കൈവരിക്കുന്നതിനും സഹായിക്കുന്ന വിദ്യാഭ്യാസം. അപ്പൊ പ്രതിസന്ധികളെ തരണം ചെയ്യുക, അതിജീവന ശേഷി, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിലവില് പ്രാധാന്യമുണ്ടോ? അതിജീവനം, പ്രതിസന്ധികളെ തരണം ചെയ്യൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന 1-2 കാര്യങ്ങളൊന്ന് വേഗം പറയാമോ? ചൂരൽമല ദുരന്തം, അതിനെ അതിജീവിക്കാനായിട്ട് കുട്ടികളെ. എന്താ പറഞ്ഞേ? പ്രളയവും 2018 പ്രളയവും അതിനെ അതിജീവിച്ചതും നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 8-ലോ മറ്റോ ഒരു ഇതില് ഒരു സംഭവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏതോ കൃത്യമായി ക്ലാസ് ഏതാന്ന് ഓർമ്മയില്ല, വായിച്ചു പോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഓഗി ദുരന്തവുമായി ബന്ധപ്പെട്ട് അതും അതില് സൂചിപ്പിച്ചിട്ടുണ്ട്. പുസ്തകത്തിലും പ്രളയത്തിന്റെ ഒരു കവിത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാതിരി കൊറോണ കാലത്തിന് ശേഷം കൊറോണയെ നമ്മൾ അതിജീവിച്ച കാര്യം അതില് മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണെന്നാ ഞാൻ ചോദിച്ചത്. കൊറോണയിലെ മാനസിക സംഘർഷങ്ങൾ കാരണം ഇപ്പോ കുറെ ആത്മഹത്യകൾ ഇപ്പൊ സ്കൂളിൽ വന്നതൊക്കെ ഇതിൽ പറയാൻ പറ്റില്ലേ? എല്ലാം പറയാം. ഈ പറഞ്ഞതെല്ലാം ഉത്തരവാണ്. പക്ഷെ നിങ്ങൾ ഒരു ചോദ്യം കേട്ട ആ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് നിങ്ങൾ പറഞ്ഞ എല്ലാം കൊള്ളാം. പക്ഷെ അതിനെല്ലാം നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കണം. അതായത് നിങ്ങൾ പാഠപുസ്തകം നോക്കിയെന്നും ഇന്ന പാഠത്തിലുണ്ട് എന്നൊക്കെ ഉള്ളത് ഏറ്റവും പ്ലസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ചോദ്യം കേട്ടിട്ട് അതൊന്ന് പറഞ്ഞ ശേഷം ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റണം. അല്ലാതെ എനിക്കിത് അറിയാമെന്നുള്ള ധാരണയിൽ അത് മാത്രമായിട്ട് പറയരുത്. അതായത് ഇപ്പൊ ഞാൻ ചോദിച്ചത് ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ, ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ KCF 2023 മുന്നോട്ട് വെച്ച പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും അതിജീവന ശേഷി കൈവരിക്കുന്നതിനും സഹായിക്കുന്ന വിദ്യാഭ്യാസം എന്ന കാര്യം കേൾക്കുമ്പോൾ, ഈ അതിജീവനം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ഉത്തരം പറയാണ്, 8ാം ക്ലാസ്സിലെ ഇന്ന പാഠഭാഗത്ത് പ്രളയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന പാഠഭാഗത്ത് ഓഖി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന പാഠഭാഗത്ത് ഇന്നതൊക്കെ ഉണ്ട്. അത് ഉത്തരവായോ?
ഇല്ല. അല്ല, അതിനെ കുട്ടികൾ അതിജീവിച്ചത് എങ്ങനെയെന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് റിയ ടീച്ചറിന്റെ മനസ്സിൽ പെട്ടെന്ന് എന്താണ് വന്നത് അല്ലേ? നിസ്സാരമാണ് ചോദ്യം. മനസ്സിൽ പെട്ടെന്ന് എന്താണ് ഓർമ്മ വന്നത് എന്ന് പറയുമ്പോ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മറുപടി ആയില്ല. എന്റെ മനസ്സിൽ വന്നത് പ്രണയകാലത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും അതിനെ അതിജീവിച്ച ആളുകളെയുമാണെന്നോ, അല്ലെങ്കിൽ വിവിധ ദുരന്തങ്ങൾ നമ്മുടെ കേരളം ഫേസ് ചെയ്തിരുന്നു, ഇന്ത്യയും അല്ലെ കേരളവും വിവിധ ദുരന്തങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു. അത് ആ ഒരു വാർത്തകളാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇന്ന പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പാഠഭാഗങ്ങൾ കാണുന്ന കുട്ടിക്ക് ഏതൊരു പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യണമെന്ന ചിന്തയായിരിക്കും ഉണ്ടാകുക. ഒന്നിലും തളർന്നു പോകാതെ ആരൊക്കെ ഇല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മൾ ജീവിക്കേണ്ടതാണെന്നും ഈ ജീവൻ അത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നും കുട്ടി മനസ്സിലാക്കും. തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് പറയാം. പറഞ്ഞൂടെ? തീർച്ചയായും. അതാണ് ഞാൻ പറയുന്നത്. ചോദ്യം കേട്ട് ചോദ്യം മനസ്സിലാക്കി ചോദ്യത്തിന് ആൻസർ പറഞ്ഞ് കണക്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് പോവുക. ഓക്കെ. വിമർശനാത്മക ചിന്ത വളർത്തുന്നതിനുള്ള വിദ്യാഭ്യാസം. ഈ വിമർശനാത്മക ചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനേയും വിമർശിക്കുക എന്നതാണോ? അല്ല, കേട്ടത് അങ്ങനെ തന്നെ വിശ്വസിക്കാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ, യാഥാർത്ഥ്യമുണ്ടോ, അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോന്ന് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം അതിനെ വിമർശിക്കുക അല്ലെങ്കിൽ അനുകൂലിക്കുക. വിമർശനാത്മക ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വഴക്കുണ്ടാക്കുന്നതോ അതിനെ എതിർത്ത് സംസാരിക്കുന്നതോ ഒന്നുമല്ല. മറിച്ച് അതിന്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി വിമർശനാത്മകമായി ചിന്തിക്കുക എന്ന് പറയുന്നത് അതാണ്. അതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് മനസ്സിലാക്കുക, അതേക്കുറിച്ച് സംസാരിക്കാനാകുക. ഇതൊക്കെ വിമർശനാത്മക ചിന്തയിലാണ്. എന്തിനേയും വിമർശിക്കലല്ല. നമ്മൾ നേരത്തെ പറയില്ലേ, എന്തിനേയും വിമർശിക്കലാണോ എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ മറുപടി പറയേണ്ടത് എന്തിനേയും വിമർശിക്കലല്ല. ഏതൊരു കാര്യത്തെയും രണ്ട് വശത്തിലൂടെ അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കുക, അതിലെ നന്മയെ ഉൾക്കൊള്ളുകയും തിന്മയെ എതിർക്കുകയും ചെയ്യുക. അപ്പൊ ഏതിനെയും എതിർക്കലല്ല അല്ലേ? അങ്ങനെ ഉത്തരം പറയുമ്പോൾ ശ്രദ്ധയോടെ പറയാൻ പറ്റണം. അതുപോലെ നമ്മൾ ഇതേ ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്, സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ എന്ന് ചോദിക്കത്തില്ലേ? അതേപോലെ ഒരു ചോദ്യമാണിത്. എന്തിനേയും വിമർശിക്കുക എന്നുള്ളതാണോ? എന്തിനെയാണ് വിമർശിക്കേണ്ടത് അല്ലെ? നമുക്ക് 100% തെറ്റ് എന്ന് തോന്നുന്ന ഏതൊരു കാര്യത്തെയും വിമർശിക്കേണ്ടതാണ്. പല സോഷ്യൽ എക്സ്പെരിമെന്റ്സും യൂട്യൂബ് ചാനലുകളിലൊക്കെ നടത്തി കാണാറുണ്ട് അല്ലെ? നമ്മൾ പറയുന്ന ഈ നിയമങ്ങളൊന്നും നമ്മൾ പോലും ചിലപ്പോൾ റോഡിൽ ചില അനീതി കണ്ടാലും ചില ചെയ്തുകൂടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടാലും ചിലപ്പോൾ നമ്മൾ അവജ്ഞയോടുകൂടി അല്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ സമയം കളയാതെ നമ്മൾ പോകും. അവിടെ നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് ഈ ഓരോ കാര്യം. വിമർശനാത്മക ചിന്തയെ നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണം. ഇനി പാരിസ്ഥിതിക അവബോധം വളർത്തുന്ന വിദ്യാഭ്യാസത്തിന് നിലവിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? നല്ല പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് പാരിസ്ഥിതികമായിട്ടുള്ള ഇടപെടൽ കുട്ടികളിൽ. കാരണം ഇപ്പോ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതായത് കുട്ടികൾ പരിസ്ഥിതിയുമായിട്ടും ഇടപെടുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ പല അതിക്രമങ്ങളിലേക്കൊക്കെ പോകാനും കുട്ടികൾ ഇടവരുന്നുണ്ട്. സ്കൂളിലെ പരിസ്ഥിതി സൗഹൃദ മനോഭാവം കുട്ടികളിൽ വളർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ അവര് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പോ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ മഷിപ്പേനയുടെ ഉപയോഗം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക, പിന്നെ ഉപയോഗശേഷം വലിച്ചെറിയാതിരിക്കുക, പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ. അപ്പോ അങ്ങനെ ഒരു മനോഭാവം കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇതിനേക്കാളൊക്കെ ഉപരി പാരിസ്ഥിതിക അവബോധം വേണ്ടത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളൊക്കെ ഇപ്പം ഒരുപാട് ഉണ്ടല്ലേ? അപ്പം അതുപോലെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളും വളരെ വലുതാണ്. അതിന്റെ ഭാഗമല്ലായിരുന്നോ മുണ്ടക്കയും ചൂരൽമലയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ?
അപ്പൊ പാരിസ്ഥിതിക ബോധമുണ്ടെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷമായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുമോ? പാറക്കോറികള്, അതിന്റെയൊക്കെ അമിതമായ രീതിയിലുള്ള ഇതൊക്കെ വേണം, വേണ്ടാന്നല്ല. പക്ഷെ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കത്തക്ക രീതിയിലേക്ക് ഇത് ഇവയൊന്നും പോകാൻ പാടില്ല എന്ന ചിന്ത അത് കുട്ടികളിലേക്ക് വരണം. അപ്പൊ ഇതിനൊക്കെ ഈ പാരിസ്ഥിതിക അവബോധം സഹായിക്കില്ലേ? ടീച്ചർ ഇതിന്റെ കൂടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിനെ കുറിച്ചും പറഞ്ഞുകൂടെ നമുക്ക്? ജൈവ വൈവിധ്യ ഉദ്യാനത്തെ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. നിലവിൽ പലയിടത്തും അത് കാണാൻ പറ്റുന്നില്ല. ഇന്നലെ ഞാൻ എന്റെ സ്കൂളിൽ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ജൈവ വൈവിധ്യ ഉദ്യാനം എവിടെ എന്ന് ചോദിച്ചു. പക്ഷെ മരങ്ങളുണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പൂന്തോട്ടമായിട്ടൊന്നുമില്ല. ഇതൊന്നും ആരും നോക്കുന്നൊന്നുമില്ല എന്ന് തോന്നുന്നു കേട്ടോ. അല്ലെ നമുക്ക് വേണം. ഇനി ഇതര ലിംഗത്തിൽപ്പെട്ടവരോട് സൗഹൃദമായി പെരുമാറാനുള്ള കഴിവ് വളർത്തുന്ന വിദ്യാഭ്യാസം. അയ്യോ, അത് ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പലപ്പോഴും സ്കൂളുകളിൽ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോ പെൺകുട്ടികളെ ചില ജോലിക്ക് നിയോഗിക്കാത്ത അവസ്ഥ. ഇപ്പോ ഉയരത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനോ അല്ലെങ്കിൽ ചാർട്ട് തൂക്കാനോ ഒക്കെ പെൺകുട്ടികളെ ക്ലാസ്സിൽ അനുവദിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ആൺകുട്ടികളെ എന്തെങ്കിലുമൊക്കെ കെയർ ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊക്കെ ഉപയോഗിക്കാത്ത അവസ്ഥ, ഇതൊക്കെ മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ യൂണിഫോം, നമ്മുടെ കോഴിക്കോട് ബാലുശ്ശേരി സ്കൂളിലാണ് ആദ്യമായിട്ട് ജെൻഡർ ഇക്വാലിറ്റി വെച്ചിട്ട് യൂണിഫോം വന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതരലിംഗം എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തി പറയുന്നു. അതെ, ഇതരലിംഗം അതല്ലേ? ട്രാൻസ്ജെൻഡേഴ്സും ട്രാൻസ് വുമൺ, ട്രാൻസ് മെൻ എല്ലാം വരില്ലേ ടീച്ചർ അതില്? അതെ, ട്രാൻസ് ആയിട്ടുള്ള ആളുകൾ അതിനകത്തെല്ലാം വരും അല്ലേ? അപ്പൊ ഇതര ലിംഗത്തിൽപ്പെട്ട ആളുകളോട് സൗഹൃദപരമായി പെരുമാറാനുള്ള കഴിവ് അത് കുട്ടികൾ നേടേണ്ടതല്ലേ? അതെ, എത്ര അധ്യാപകരത് നേടി എന്നുള്ളത് ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ഇന്റർവ്യൂവിന് ഇതേപോലെ ഒരു ചോദ്യം വന്നപ്പോ എനിക്ക് പേഴ്സണലി ടീച്ചർ അയച്ച മെസ്സേജ്, ടീച്ചറെ ഞാൻ അതിനെതിരാണ്, പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നാണ്. ആ ടീച്ചർ അതിനെതിരായത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ടീച്ചറിന് തോന്നുന്ന പോലെ പറഞ്ഞാൽ മതി എന്ന്, എന്നാലും ടീച്ചറെ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് മറുപടി പറഞ്ഞു കൊടുക്കാം. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു കൊടുത്തത്, കൃത്യമായിട്ട് അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തു. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്ന് നമ്മൾ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. അത് എത്രത്തോളം ഫലവത്തായി എന്നറിയില്ല. ഇതിനകത്തും ഉണ്ടാവും അങ്ങനെ ചിന്തയുള്ള പലരും, ഇതിനകത്തുണ്ടാകാനും സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വിചാരം പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നത് കൊണ്ടാണ് ആണുങ്ങളിൽ സ്ത്രൈണത അല്ലെ, പെൺകുട്ടികളുമായിട്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചത് കൊണ്ടാണ് ചില ആൺകുട്ടികളിൽ കുട്ടിക്കാലത്തെ സ്ത്രൈണത പ്രകടമാകുന്നു, അവര് പെൺകുട്ടിയെ പോലെ നടക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നേരെ തിരിച്ച് ഇതുപോലെ തന്നെ പെൺകുട്ടികൾ ആൺകുട്ടികളുമായി ഇടപഴകി അവരുമായി സൗഹൃദം സ്ഥാപിച്ചത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തില് പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ കണ്ട് വളർന്നു. അതായത് നമ്മള് വളർന്ന രീതി ഇപ്പോഴത്തെ രീതിയും വളരെ വ്യത്യസ്തമാണ്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ അധ്യാപകരാണെന്ന ചിന്തയിൽ എന്താണ് ഈ നടക്കുന്നത് എന്ന് അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പൊ ഇത്തരം ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. സോഷ്യൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ റിസൾട്ടുകൾ നമുക്ക് കാണാൻ കഴിയും യൂട്യൂബിലും ഒക്കെ. ഇത്തരം അവയർനെസ് വീഡിയോസ് ഒക്കെ കണ്ടും മനസ്സിലാക്കിയും എല്ലാ വൈവിധ്യത്തെയും ഉൾക്കൊള്ളാൻ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രാപ്തരാക്കണം. ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ മറ്റുള്ളവരുടെ സഹവാസം കൊണ്ട് അങ്ങനെയായി പോകുന്നതല്ല. അത് നമ്മുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും നമ്മളോട് കാണിക്കുന്ന സൈനാണത്. ഹോർമോണൽ ഇതാണ് അല്ലെ, നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നേണ്ട അടുപ്പം സെയിം ജെൻഡറിനോട് തോന്നുന്നതും അതുപോലെയാണ്. ഉള്ളില് പിന്നെ പുരുഷനും പുറത്ത് സ്ത്രീയുമായി ജീവിക്കുന്നതും അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. ഇത്തരം ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ, ഒരു സാധാരണക്കാരനെ വിവാഹം കഴിക്കുമ്പോഴും ഒക്കെ ആളുകൾ നെറ്റിച്ചൊളിച്ചാണ് കാണുന്നതും. കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്കത് അറിയാം, സോഷ്യൽ മീഡിയ. പക്ഷെ ഒരിക്കലും അധ്യാപകർ എന്നുള്ള നിലയിൽ നമ്മൾ അത് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. നാളെ നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൂടായില്ല എന്നത് സത്യമാണ്, വസ്തുതയാണ്. എന്തിനേയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. എന്തിനേയും എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തെയും എന്നല്ല,
അതിന്റെ ഈ പറഞ്ഞ പോലെ ശാസ്ത്രീയ മനോഭാവത്തോടു കൂടി അതെന്താണ് ഏതാണ് എന്ന് വിമർശനാത്മകമായി ചിന്തിച്ചും മനസ്സിലാക്കിയും അക്സെപ്റ്റ് ചെയ്യേണ്ടടുത്ത് നമ്മൾ വഴിമാറി കൊടുക്കേണ്ടടുത്ത് നമ്മൾ മാറുക തന്നെ വേണം, മാറി ചിന്തിക്കുക തന്നെ വേണം, അല്ലേ? അതെ. അതെ അതെ അതെ. പിന്നെ പറ്റാതെ പോകുന്ന ചിലത് നമുക്കറിയാം, ശല്യമായി മാറുന്ന ആളുകളുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. അത്തരം ആളുകളെ നമ്മള് പിന്നെ ആ രീതിയിൽ ആളുകൾ ഇടപഴകി ഓടിച്ചു കളയാറുണ്ട്. നിങ്ങൾക്ക് അറിയാതെ രാത്രി കാലങ്ങളിലൊക്കെ ശല്യമായി മാറുന്ന ആളുകളുണ്ട്. അത് പക്ഷെ ഒരിക്കലും അവരുടെ ഫാൻസ് എന്നുള്ള കമ്മ്യൂണിറ്റി അല്ല. ആരത് ചെയ്താലും നമ്മൾ ഓടിക്കും, അല്ലേ? ആര് രാത്രിയിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് ആര് നിന്നാലും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ട്രാൻസ് ആണെങ്കിലും നാട്ടുകാരതിൽ ഇടപെടും. ആ രീതിയിൽ ആളുകൾ ഇടപെട്ട് കാണാറുണ്ട്. അവിടെ നമുക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ മാന്യമായി തൊഴിലെടുത്ത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് നന്നായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു മനോഭാവം എല്ലാവരിലും ഉണ്ടാകണം, കുട്ടികളിലും ഉണ്ടാവണം. ആരെയും കളിയാക്കുന്ന ഒരു മനോഭാവമാണ് ഇപ്പൊ പിള്ളേരിൽ. നവകേരളം രൂപപ്പെടുത്താനുള്ള വിദ്യാഭ്യാസം എന്നാണ് ഒടുവിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നവകേരളം ഇതെല്ലാം ഒരു പുത്തൻ കേരളമായി, നവകേരളമായി, അല്ലെ? നൂതനത പിന്നെ പിന്തുടരുന്ന കേരളമായിട്ട് പിന്നീട് മാറും. അപ്പൊ അതാണ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പോയിന്റുകൾ എത്രയോ തവണ കേട്ടതാ, അല്ലേ അശ്വതി? നവംബർ ആളെ ഏറ്റവും മൂത്ത ആളെ മുതുമുത്തശ്ശിയാണ് ഇതിനകത്ത്. മൂത്ത് നരച്ചോണ്ടിരിക്കുക. ഡേറ്റും വന്നില്ല, ഡേറ്റ് 23 അല്ലേ? പക്ഷെ ഓരോ തവണ പറയുമ്പോഴും ഓരോ രീതിയിലാണ് നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലേ? പുതിയ പുതിയ ആശയങ്ങൾ കിട്ടി. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഭാഷ നിങ്ങൾക്ക് പറയാൻ പറ്റുക നല്ല രീതിയിൽ. ഇനി ശ്രുതി ടീച്ചറിന്റെ വോയിസ്, ശ്രുതി ടീച്ചർ ഇപ്പൊ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ, എല്ലാ ആശയങ്ങളും ടീച്ചർ പറഞ്ഞു. ഇതുപോലാണോ ശ്രുതി ടീച്ചർ വോയിസ് ഇടുന്നത്? ആണോ ശ്രുതി? അത് നേരിട്ട് സംസാരിക്കുന്നതും എനിക്ക് വോയിസ് ഇടുമ്പോഴും എനിക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ നേരിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്ത് സംസാരിക്കണം. നമ്മളിപ്പോ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോ നമ്മുടെ കാമുകനെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ, പുള്ളിയോടുണ്ട്. പ്രത്യേകിച്ച് ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇമാജിൻ ചെയ്തല്ലേ സംസാരിക്കുന്നത്. അതുപോലെ ടീച്ചറോടുണ്ട്, ടീച്ചറെ നോക്കിയാ സംസാരിക്കുന്നേ, ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലാ എന്ന് വിചാരിച്ച് സംസാരിക്കണം. ഇതുകൊണ്ടാ ഞാൻ ശ്രുതി ടീച്ചറിനോട് ചിലപ്പോ കയർത്ത് ദേഷ്യപ്പെട്ടൊക്കെയാ പറയുന്നത്, ഇങ്ങനെയാണോ സ്പീഡ് കൂട്ടണ്ടേന്നൊക്കെ ഞാൻ ചോദിച്ചു പോകും. കാര്യം എനിക്കറിയാം അങ്ങനെ അല്ലാന്ന്, അങ്ങനെ അല്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി ദേഷ്യപ്പെടുന്നത്. അത് സാരില്ല, ടീച്ചർ ദേഷ്യപ്പെട്ടോളൂ. എന്നാലും ഞാൻ നന്നാവൂല. അതല്ല, എനിക്ക് നേരിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതും എനിക്ക് കാണാൻ സംസാരിക്കുന്നതും നല്ല വ്യത്യാസം തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം. സാരമില്ല, ആശയങ്ങൾ കയ്യിലുണ്ട്, നന്നായിട്ട് പ്രയോഗിക്കുക കേട്ടോ. പിന്നെ ഇനി എന്താ, ഇത്രയൊക്കെ മതി. ഒരെണ്ണം കൂടെ കൊണ്ടുവന്നായിരുന്നു, SRGയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് നിങ്ങൾ ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് ഇട്ടോ കേട്ടോ. ടീച്ചറെ, SRG പറയുമ്പോഴേ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പും സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പും ഇല്ലേ? രണ്ടും ഇല്ലേ? സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് നിലവില് അതില്ല. ഇല്ല അല്ലെ? ഇപ്പൊ ഉള്ളത് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പും സബ്ജക്ട് റിസോഴ്സ് ഗ്രൂപ്പും. സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് LP തലത്തിലാണ്, സ്കൂൾ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് അവിടെ. പക്ഷെ UP വരുമ്പോ സബ്ജക്ട് അല്ലേ, സോഷ്യലിന് 2 ടീച്ചേഴ്സ് കാണും മിക്കവാറും, ഒന്നിലധികം ഡിവിഷൻസ് ഒക്കെ കാണും. അപ്പം അങ്ങനെ ഉള്ളടുത്ത് സബ്ജക്ട് ഗ്രൂപ്പുകളാണ്, സബ്ജക്ട് റിസോഴ്സ് ഗ്രൂപ്പാണ് കേട്ടോ. ഓരോ സബ്ജക്റ്റിന്റെ റിസോഴ്സ് ടീച്ചേഴ്സ് ഒന്നിച്ചൊരു ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? പിന്നെ ടീച്ചർ, അതെ, ഈ ചരങ്ങളെ നിയന്ത്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അത് സയൻസ് അശ്വതി പറഞ്ഞു. കേട്ടില്ല.
ചരങ്ങളെ നിയന്ത്രിക്കുക. ചരങ്ങളെ നിയന്ത്രിക്കൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ ചരങ്ങളെ നിയന്ത്രിക്കൽ. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചരങ്ങളെ നിയന്ത്രിക്കൽ എന്ന് പറയാറില്ലേ? ഇപ്പൊ നമ്മളിപ്പോ സൂര്യപ്രകാശത്തില് ഏതെങ്കിലും ഒരെണ്ണം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടും ആ കോൺസ്റ്റന്റ് വാല്യൂനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ബോയിൽസ് ലോയിൽ വരാൻ നേരത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഏതെങ്കിലും ഒരെണ്ണം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് മറ്റേലുള്ള വ്യത്യാസം നോക്കുന്നതാണ് ടെമ്പറേച്ചർ കൂട്ടുക. അപ്പം പ്രഷർ അല്ലാതെ അല്ലെ? അങ്ങനെ എനിക്ക് സയൻസ് കൂടുതൽ പറയാൻ അറിയില്ല എങ്കിലും ഇതാണ്. അതായത് ഇപ്പൊ പ്ലാന്റ്സിന്റെ കാര്യം തന്നെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. അതിലൂടെ പ്ലാന്റ്സ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെ? ആഹാരം ഉണ്ടാക്കി നന്നായി ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ അവിടെ ഒരു ചരത്തെ നിയന്ത്രിക്കണം. സൂര്യപ്രകാശത്തെ നമ്മൾ അങ്ങ് നിയന്ത്രിച്ചു അല്ലെ? അപ്പോ നമ്മള് ഇരുട്ട് റൂമിലൊക്കെ കൊണ്ടുവച്ച് ചെയ്തിട്ടില്ലേ? അപ്പൊ ആ സസ്യത്തില് മാറ്റം വരില്ലേ ടീച്ചറെ? പ്രകാശത്തിലുള്ള പോലെ ആയിരിക്കില്ല. പിന്നെ നമ്മൾ വെള്ളത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരും, അടുത്ത ചരത്തിൽ ഒന്ന് നിയന്ത്രിക്കും, ബാക്കിയൊക്കെ കൊടുത്തു നോക്കും. അപ്പൊ ഇങ്ങനെയാണ് ചരങ്ങളെ നിയന്ത്രിക്കൽ. ഇനി ഇത് തന്നെയാണോ ടീച്ചർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇത് തന്നെയാണ് ഞാനിത് നമ്മുടെ ഡിഎൽഎഡിന്റെ ബുക്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു എക്സാമ്പിൾ, പ്രകാശ സംശ്ലേഷണം തന്നെയായിരുന്നു. അതിൽ അപ്പൊ എനിക്ക് വായിച്ചപ്പോ ഒന്നും അങ്ങനെ മനസ്സിലായിണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് തന്നെ ഇതിനകത്ത് ഓരോ ഘടകങ്ങളെ നിയന്ത്രിച്ചു നോക്കുന്നു. പരീക്ഷണത്തിലൊക്കെ പ്ലസ് ടുവിനൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഒക്കെ അത് വരുന്നുണ്ട്. അശ്വതിയെ മലയാളം കിട്ടിയില്ല. വാക്ക് മലയാളം വാക്ക് വരുമ്പോഴാണ് പ്രശ്നം. ചരമെന്നൊക്കെ പറയുമ്പോ വേറെ രീതിയിലൊക്കെ ചിന്തിച്ചു. ഓക്കെ, കുഴപ്പമില്ല. ഇനി അഥവാ ഒരു വാക്ക് പറയുമ്പോഴേ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ മലയാളം പറയുന്നത് മനസ്സിലായാലും സാർ അതിന് ഇംഗ്ലീഷ് ടേം ഒന്ന് പറയാമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾ ധൈര്യമായിട്ട് ഇടപഴകുക, പേടിക്കുക വേണ്ട. മനുഷ്യനോട് സംസാരിക്കുന്നതിന് യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെക്കാളും കുറഞ്ഞവരല്ല എന്ന് ആദ്യം സ്വയം ബോധ്യപ്പെടുക. നമ്മൾ ആരെയും പേടിക്കേണ്ടവരല്ല. നമ്മള് ആരെക്കാളും കുറഞ്ഞവരല്ല, ആരെക്കാളും ഒരുപാട് കൂടിയതാണെന്നുള്ള ചിന്തയും വേണ്ട. നമ്മൾ സമരാണ് എന്നുള്ളൊരു ചിന്തയിൽ എന്റെ അറിവുകൾ എന്റേതാണ്, എന്റെ അറിവിന്റെ കുറവും കൂടുതലും ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നായി കഴിഞ്ഞാൽ പിന്നെ അത് ആര് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. ഇന്റർവ്യൂവിന്റെ മാർക്ക് മൈൻഡിൽ നിന്നേ എടുത്ത് കളയുക. നിങ്ങൾ പോകുന്നത്, ഞാൻ നിങ്ങളെ തയ്യാറാക്കുന്നത് നല്ല അധ്യാപകരാകാനാണ്. അത് ഉറപ്പായും നിങ്ങളെല്ലാം നല്ല അധ്യാപകരാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ വളരെ ഭംഗിയായിട്ട് ഹാപ്പി ആയിട്ട് പോയി അറ്റൻഡ് ചെയ്ത് ഹാപ്പിയായി തിരിച്ചു വരും. ഇനി അവിടെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളിലെ അധ്യാപികയുടെ കോൺഫിഡൻസ് പോകാൻ പാടില്ല. ആ സമയത്താണ് എനിക്ക് വിഷമം ഉണ്ടാകുന്നത്. അല്ലാതെ വേറൊന്നും എന്നെയോ നിങ്ങളെയോ ബാധിക്കാൻ പോകുന്നില്ല. നമ്മൾ എങ്ങനെ നമ്മുടെ മനസാന്നിധ്യം കൈവിടാതെ എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ച് നമ്മുടെ മാർക്ക് നമുക്ക് കിട്ടിയിരിക്കും. ഫുൾ ആൻസർ പറയാത്ത ആൾക്കും 13 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരിക്കലും നമ്മൾ സ്വാധീനിച്ചിട്ട് കിട്ടുന്ന മാർക്കൊന്നും അല്ല കേട്ടോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് കിട്ടുന്ന മാർക്കാണ്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞ് അതാ എനിക്ക് അറിയില്ല സാർ, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, ഇപ്പൊ പറയാനൊരു സംശയമുണ്ട്, അതിലെനിക്കൊരു സംശയമുണ്ട് എന്നൊന്നും പറയുന്നത് കൊണ്ട് തെറ്റില്ല. ഒരിക്കലും കള്ളം പറയരുത്. ഒരു നിസാര കാര്യത്തിൽ പോലും കള്ളം പറയരുത്. അത് ഉറപ്പായും നിങ്ങളുടെ മുഖഭാവത്ത് നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും. എനിക്കൊക്കെ ഒരുവിധം എന്നോട് കള്ളം പറഞ്ഞാലും മുഖ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ഞാൻ ആ രീതിയിലായിരിക്കും മറ്റുള്ളവരെയും കണക്കാക്കുക. മറ്റുള്ളവർക്ക് ആ കഴിവുണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അത് പതിയെ നിങ്ങളുടെ കോൺഫിഡൻസിനെ മൊത്തത്തിൽ ബാധിക്കും. ഒരു ചോദ്യം, ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ആൻസർ അറിയില്ല, അതിന് നിങ്ങളുടെ പേഴ്സണൽ കാര്യമായിട്ട് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല എന്ന് അപ്പൊ തന്നെ മൈൻഡിൽ പറയാൻ പറ്റണം. അപ്പോട്ടെ അടുത്ത ചോദ്യം നോക്കാം എന്ന് മനസ്സിൽ പറയണം. അതെനിക്കറിയത്തില്ല, സാരമില്ല എന്ന് നമ്മൾ തന്നെ മൈൻഡിൽ കൂളാക്കിക്കൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അല്ലാതെ ആദ്യത്തെ ചോദ്യത്തിൽ പഴിച്ചു ഇനി എല്ലാം പോയി എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. നമ്മുടെ ക്ലാസ്സിലെ മിടുക്കിയായ ഒരു കുട്ടിക്ക് പറ്റിയൊരു അബദ്ധം അതായിരുന്നു. പക്ഷെ അത് പറഞ്ഞ ഉത്തരങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് മാർക്ക് കിട്ടുമെന്നാണ്. ഞാൻ ആളോട് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട, പറഞ്ഞ ആൻസേഴ്സിലെല്ലാം ഉണ്ട്. ഇനി ആ ടീച്ചർ എങ്ങനെ അവിടെ പെരുമാറി എന്നുള്ളത് നമുക്ക് അറിയില്ല, അത്രേ ഉള്ളൂ.
ബാക്കിയൊക്കെ ഓക്കെയാണ്. നിങ്ങൾ ഇത്ര മാത്രം കേട്ടാൽ മതി. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ്. മുമ്പിലിരിക്കുന്ന അധ്യാപകർ എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഓക്കെയാണ്. എനിക്കറിയാം എന്റെ കുട്ടികളെ കുറിച്ച് വളരെ നല്ല ധാരണയുണ്ട്. ഇതിൽ ഒരാൾ പോലും നിലവിലുള്ളവരിൽ പിന്നിലോട്ട് നിൽക്കുന്ന ആരും തന്നെ ഇല്ല. പിന്നെ ഈ പറയുന്ന എന്താ സ്ലോ രീതിയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചിട്ടയില്ലാതെ ചില സമയത്ത് വരുന്നു, അതൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുമ്പോൾ അത് മാറുന്നുണ്ട്. അതിന് പ്രകടമായ മാറ്റമുണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് പോകുന്നത് കൊണ്ട് അതിൻ്റെതായ മാറ്റം നിങ്ങളിലുണ്ട്. അതൊക്കെ ഉറപ്പായും നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ. ടീച്ചറെ, ഞാൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. റൈറ്റിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇപ്പൊ ഞങ്ങളുടെ സ്കൂളില് സ്കൂളിലൊരു കുട്ടി ഇതുമാതിരി റൈറ്റിംഗ്, അതായത് സ്ലോ ആണ്. നമ്മൾ നോട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാലും എഴുതിയെടുക്കാനായിട്ട് ഭയങ്കര സ്ലോ ആണ്. അപ്പൊ ഞങ്ങളുടെ അവിടെ സ്കൂളിൽ ടീച്ചേഴ്സ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറച്ച് എഴുതും, ബാക്കി കംപ്ലീറ്റ് ആയി എന്നുണ്ടെങ്കിൽ ടീച്ചർമാര് എഴുതി കൊടുക്കാന്നുള്ള ഒരു സിസ്റ്റമാണ് നടക്കുന്നത്. ഒരിക്കലും ചെയ്യരുത്. നമുക്കിപ്പോ ഫോണുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് കുട്ടിയോട് എഴുതാൻ പറയാം. അല്ലെങ്കിൽ നമുക്ക് കോപ്പി എടുത്തു കൊടുക്കാം. വേണമെങ്കിൽ കോപ്പി എടുത്തു കൊടുക്കാം ആയിക്കോ. പക്ഷെ നമ്മളായിട്ട് എഴുതി കൊടുത്താൽ അത് ഒരിക്കലും അവന്റെ കഴിവിൽ നിന്ന് പുറത്തോട്ട് വരത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ്. ഞാൻ എന്റെ 1ാം ക്ലാസ്സിൽ ഞാൻ ചെയ്തത് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച രീതിയാണത്. അതായത് രക്ഷിതാക്കളോട് പറയും, വായിച്ചു കൊടുത്തിട്ട് വായിക്കാൻ പറയും, അത് കേട്ട് കുഞ്ഞുങ്ങൾ എഴുതണം. അത് അവരുടെ ശ്രദ്ധ കൂട്ടാറുണ്ട്, സ്പീഡ് കൂട്ടും. സ്പീഡ് കുറവുള്ള ആളുകളോട് എല്ലാം ഞാൻ ഇതാ പറയുന്നത്, നിങ്ങൾ വായിച്ചു കൊടുക്കുക. കൂടെ ഇരുന്ന് എഴുതിപ്പിക്കുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് അത് സ്പീഡിൽ എഴുതും. നമ്മൾ പണ്ടൊക്കെ ലെക്ചർ നോട്ട് നമ്മളൊക്കെ അങ്ങനെയല്ലേ എഴുതിയെടുത്തേ? ടീച്ചേഴ്സ് നോട്ട് പറയും, നമ്മൾ എഴുതിയെടുക്കും അല്ലേ? അപ്പൊ അത് ഡെയിലി ഒരു 3-4 വരി പേരന്റിനെ കൊണ്ട് വായിപ്പിച്ച് കുട്ടി എഴുതണം. അത് ആ പേരന്റിനെ വ്യക്തമായി വിളിച്ച് പറയണം, കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം എന്ന് പറഞ്ഞ്. ഇത് ഒരിക്കലും കണ്ടെഴുതാൻ അവസരം കൊടുക്കരുത്. പേരന്റ് എഴുതി കൊടുത്തിട്ടേ അവരുടെ സൗകര്യത്തിന് എഴുതി കൊടുത്തിട്ട് നോക്കി എഴുത്, സമയം എടുത്ത് എഴുതെന്ന് പറയാൻ സമ്മതിക്കരുത്. അവരുടെ സമയം കൃത്യമായി കുഞ്ഞിന് മാറ്റിവെച്ച് അത് ചെയ്യണമെന്ന് പറയാം. പിന്നെ നമ്മുടെ ക്ലാസ് പോർഷൻ മുന്നോട്ട് നീങ്ങുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നോട്ട്സ് ഫോട്ടോ എടുത്തങ്ങാണ് കുഞ്ഞിനെ അയച്ചു കൊടുത്ത് അത് വീട്ടിൽ പോയി എഴുതട്ടെ. എഴുതി തന്നെ അത് പ്രാക്ടീസ് ആവണം. അത് മാറ്റം വരെ. എത്രാം ക്ലാസ്സിലാ? കുട്ടി 5ാം ക്ലാസ്സിൽ. 5ല്. സമയമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ 4 ലൈനും 2 ലൈനും ഒന്നും വേണ്ട, 1 ലൈനിൽ തന്നെ ആ കുട്ടിയെ കൊണ്ട് എഴുതിപ്പിക്കുക. ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട്? ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. ആളിങ്ങനെ പറക്കി എഴുതാ. ബോർഡിൽ നമ്മൾ എഴുതി കൊടുക്കണം. അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണെങ്കിലും ഇങ്ങനെ ഗോത്ര വിഭാഗത്തിൽ നിന്നും ട്രൈബ്സ് ആയിട്ടുള്ള ആളുകളാ. അപ്പോ അതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് തൊട്ടടുത്തുനിന്ന് വരുന്ന കുട്ടികളൊക്കെയാണ്. അപ്പൊ ഇച്ചിരി ബെറ്റർ ആണ്, ഗോത്ര വിഭാഗത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബെറ്റർ ആണ്. പക്ഷെ ഈ റൈറ്റിംഗ് ഡിസബിലിറ്റി ഉള്ള കാരണം ആൾക്ക് എത്താൻ പറ്റണില്ല. അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. പഠനത്തിൽ വ്യത്യാസമുണ്ടോ? പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടോ? പഠനത്തിൽ ഈ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. പഠനത്തിൽ അത്ര അങ്ങോട്ട് ഇല്ല. പക്ഷെ നാലാൾ ശ്രദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോ മനസ്സിലാവണതൊക്കെ ഉണ്ട്. പക്ഷെ എഴുതിയെടുത്ത് അത് ഭയങ്കര സ്ലോയാ എഴുതിയെടുക്കല്. രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേന പിടിക്കുന്ന ശൈലി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇതുമാതിരി ടീച്ചറിന്റെ ഒരു പ്രാവശ്യം ഒരു ക്ലാസ് കേട്ടായിരുന്നല്ലോ, പേന പിടിച്ചെഴുതണത്. അപ്പൊ അതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അങ്ങനെ ഭയങ്കര വേറെ രീതിയിലൊന്നല്ല, ചെറിയൊരു വ്യത്യാസം. അതാണെങ്കിൽ അത് ടീച്ചർ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പേന പിടിക്കുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഒരു 2 വിരലിൽ എടുത്ത് കറക്കി ബാക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആയിരിക്കണം പേന പിടിക്കേണ്ടത്. എന്റെ മോനാണെങ്കിലും ഈ ഒരു രീതിയിലേക്കാ കൂടുതലും അവർക്ക് ഇഷ്ടം, ഇങ്ങനെ പിടിക്കാനാണ്. 3 വിരൽ ഇങ്ങനെ വെച്ച് അത് താഴേക്ക് ഇരിക്കുമ്പോ അക്ഷരം വളരെ ചെറുതായി പോകും. ഇങ്ങനെ താഴെ പിടിച്ചാൽ അക്ഷരവും ചെറുതാവും, കൈ വഴങ്ങില്ല. കൈ ഇങ്ങനെ വഴങ്ങില്ല. കൈ ഇങ്ങനെ ആവുന്നതും ഇങ്ങനെ പോകുന്നതും വ്യത്യാസമില്ലേ? അപ്പം കൈയുടെ മൂവ്മെന്റ്, റെസ്റ്റിന്റെ മൂവ്മെന്റ് നോക്കുക. ആ റെസ്റ്റിന്റെ മൂവ്മെന്റ് ഒക്കെ നന്നായിട്ട് വഴക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രയോൺസ് ഒക്കെ വാങ്ങിക്കൊടുത്ത് കളർ ചെയ്യാനും ഒക്കെ പറഞ്ഞ് കൈ വഴങ്ങുള്ളതാക്കുക. കൈ വഴങ്ങുന്നൊന്ന് ശ്രദ്ധിക്കുക. പേന പിടിക്കുന്നത് ശരിയാക്കുക. പെൻസിൽ വെച്ചാണോ എഴുതുന്നേ? പെൻസിൽ വെച്ചിട്ടാ കുട്ടികൾ എഴുതുന്നത്. തെറ്റണ കാരണം എപ്പോഴും മാറ്റാൻ വേണ്ടിയിട്ട് പെൻസിൽ കൊണ്ട് എഴുതണം. അപ്പൊ പെൻസിൽ തന്നെ ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള പെൻസിൽസ് ഉണ്ട് ഒരുപാട്. അങ്ങനെ പിടിച്ചെഴുതാൻ പറ്റുന്നില്ലേ? ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ പെൻസിലൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക.
പെൻസിലിന്റെ വലിപ്പം ശ്രദ്ധിക്കുക. ഒരുപാട് വലുത് വേണ്ട, കുട്ടികളുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ ആ പെൻസിലിനെ ഒന്ന് മുറിച്ചേ കൊടുക്കുക. അങ്ങനെ ഒന്ന് നോക്ക്, ശരിയാവും. എന്തെങ്കിലും ഉണ്ട് എന്നിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് മാറ്റിയെടുക്കാം. ഇവിടുന്ന് കഴിഞ്ഞു പോയവര് പിന്നെ അശ്വതി ടീച്ചറൊക്കെ, മറ്റേ അശ്വതിയില്ലേ, അശ്വതി പിന്നെ പാലക്കാടുള്ള അശ്വതി അറിയത്തില്ലേ, അശ്വതി ബാക്കി ഇത് പലർക്കും അറിയായിരിക്കും, വിവിധ ടീച്ചറിനൊക്കെ അറിയാമോ? അതൊക്കെ അശ്വതിയൊക്കെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ടിപ്സ് വെച്ചോണ്ടിരിക്കുക പിള്ളേർക്ക്. നമുക്ക് സന്തോഷമാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പറഞ്ഞ മാറ്റങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഞാൻ ഇവിടാണ് ഇരിക്കുന്നത്, ഞാൻ കൊല്ലത്താണ് ഇരിക്കുന്നതെങ്കിലും പാലക്കാട് ഒരു ക്ലാസ്സിൽ നമ്മളുടെ ഐഡിയയും കൂടെ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. രേഷ്മ ടീച്ചറിന്റെ സ്കൂളിലും ഒക്കെ. രേഷ്മ ടീച്ചർ എവിടാ വർക്ക് ചെയ്യുന്നേ? ഞാൻ വെറ്റിലപ്പാറ സ്കൂള്, അതിരപ്പള്ളിയില്ലേ? അതിരപ്പള്ളി. ഞാൻ നിങ്ങളുടെ എന്തോ ഒന്ന് കണ്ടായിരുന്നല്ലോ, ജാഥ എങ്ങാണ്ട് ലഹരി ലഹരി വിരുദ്ധ ജാഥ. അവിടെ ഡെയിലി വേജ് ആയിട്ട് കയറിയതാ, 2 മാസത്തെ ലീവ് വേക്കൻസിക്ക്. ട്രൈബൽ ഏരിയയും അങ്ങനെയുള്ള കുട്ടികളും ഒക്കെ ആകുമ്പോൾ നമുക്ക് സംതൃപ്തി കുറച്ചുകൂടി കൂടും, ടെൻഷൻ കൂടും, പക്ഷെ സംതൃപ്തി കൂടുതലായിരിക്കും. പഠിക്കാൻ മുന്നോട്ടുള്ളവരെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, പക്ഷെ പിന്നിലോട്ടുള്ള ഒരു കുട്ടികളും മുന്നിലോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം ബേസിക്സ് ഉറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഓക്കെ, ശരി. താങ്ക് യു ടീച്ചർ. ഭദ്രമൊക്കെ നോക്കണേ.